ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സയൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്രോണി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ കുറച്ച് വലിയൊരു പാത്രത്തിൽ ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ മക്രോണിയേക്കാൾ കൂടുതലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്ത അളവ് നിങ്ങൾക്ക് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ മക്രോണി വേവാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2.5 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നാട്ടിലുള്ള മക്രോണി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഗൾഫിലുള്ളതാണെങ്കിൽ എനിക്കിത്ര പെട്ടെന്ന് കുക്കായി കിട്ടാറില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2.5 കപ്പ് മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇതിന് കറക്റ്റ് പാകമാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ മക്രോണി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. മക്രോണിയുടെ മൊഞ്ച് പോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ മൊഞ്ച്. ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കുക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതൊരു അരിപ്പയിലിട്ട് ഇതിലെ വെള്ളമൊക്കെ വാർത്ത് കളയാം. ഇത് ചൂടോടുകൂടി തന്നെ അരിപ്പയിലേക്ക് മാറ്റുക. അതുപോലെ നമ്മൾ ഇതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇത് ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു മക്രോണി ചെയ്തെടുക്കുന്നത്. 250 ഗ്രാം ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം നമുക്ക് മെറിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാത്രം തന്നെ ഒന്നുകൂടി വെക്കുകയാണ്. ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മെറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ ഫുള്ള് ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് ആദ്യമേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് ബാക്കി വന്നിട്ടുള്ള എണ്ണയിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഓയിലെങ്കിലും ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 3 സവോള ചേർത്ത് കൊടുക്കുക. ചെറിയ സവോള ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി ഈ സവോള നന്നായിട്ട് വഴന്ന് വരണം. സവോളയുടെ പകുതി അളവിലേക്ക് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടും. ഇനി സവോള വഴന്ന് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലായി വരണം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 2 ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിളിലും കട്ട് ചെയ്യാം. ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും.
ഇനി ഈ ക്യാരറ്റ് ഈ ഉള്ളിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു മൊരിഞ്ഞൊരു പരുവത്തിലാണ് ഇരിക്കുക. നമ്മൾ തവി വെച്ചൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കട്ടായി വരും. ആ ഒരു സമയം വരെ ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ക്യാരറ്റെല്ലാം കുക്കായ ഈ സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പോൾ ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാലയുടെ ഏകദേശം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൈസസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഇതുകൂടി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വാങ്ങിച്ച മക്രോണി കുറച്ച് പൊടിയായിട്ടുള്ള മക്രോണി ആയതുകൊണ്ടാണ് ഷേപ്പിൽ കുറച്ച് ഇത് വന്നിട്ടുള്ളത്. ഇനി ഇത് മസാലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മക്രോണിയുടെ വേവൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 കപ്പ് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുക. ഇനി നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ അടപ്പ് തുറന്ന് സെർവ് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും മസാലയൊക്കെ കറക്റ്റ് പിടിച്ച് നല്ല പാകമായി വരുന്നത്. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.